അന്ന ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയിലേക്കാണ്. പ്രധാന വേദിയുടെ പേര് ഏറ്റവും എന്താ പറയുക, അനുയോജ്യമായൊരു പേര് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അതെ, നിള എന്നാണ് പേര്. MT നിള എന്നാണ് പ്രധാന വേദിയുടെ പേര്. മലയാള സാംസ്കാരിക രംഗത്തെ, സിനിമാ രംഗത്തെ, അങ്ങനെ സാഹിത്യ രംഗത്തെ, അങ്ങനെ സമസ്ത മേഖലയും MT വാസുദേവൻ നായർ എന്ന ഒരു പേര് മാറ്റി നിർത്തിക്കൊണ്ട് ലോകത്ത് അടയാളപ്പെടുത്താൻ കഴിയില്ല. ഈ ഒരു അദ്ദേഹം വിട പറഞ്ഞ ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഏറ്റവും അനുയോജ്യമായ, അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാവിധമായ ആദരവും അർപ്പിച്ചുകൊണ്ടാണ് പ്രധാന വേദിക്ക് MT നിള എന്ന പേര് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തവണത്തെ കലോത്സവ വേദികളുടെ എല്ലാം പേര് നദികളുടെ പേരിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്റ്റേഡിയത്തിന്, സെൻട്രൽ സ്റ്റേഡിയത്തിന് ഇട്ടിരിക്കുന്ന പേര് നിള എന്നതാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ മലയാളികളുടെ പ്രിയ കഥാകാരൻ്റെ ഒരു കഥയുടെ പേരല്ലാതെ മറ്റെന്താണ് ആദ്യത്തെ സ്റ്റേഡിയത്തിന് ഇടേണ്ടത് എന്നാണ് ചോദ്യം. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഈ കാണുന്ന കസേരകളൊക്കെയും കാലിയാണ് എന്നുള്ളത് പ്രേക്ഷകർ നോക്കണ്ട. അല്പസമയം കൂടി കഴിഞ്ഞാൽ, ഉദ്ഘാടന സമ്മേളനം തുടങ്ങുന്നത് മുതൽ ഇങ്ങോട്ട് എന്താണ് ഇനി നടക്കാൻ പോകുന്നത്, ഇനിയുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് അന്ന, ഈ ഗ്ലാമർ ഇനങ്ങൾ എന്ന മേളയിൽ പേരുകെട്ട ചില ഇനങ്ങളുണ്ട്. നമുക്കറിയാം, അങ്ങനെ എല്ലാ ഇനങ്ങളെ തരംതിരിച്ച് പറയാൻ പാടില്ല എങ്കിൽ കൂടിയും സ്വാഭാവികമായി ക്രൗഡ് വരുന്ന ചില ഇനങ്ങളുണ്ട്. ഇപ്പോൾ നൃത്ത ഇനങ്ങളിൽ സംഘനൃത്തം പോലുള്ള, അന്നയ്ക്കറിയാം, അന്നയും കലോത്സവം ആദ്യമായിട്ടൊന്നും അല്ല ചെയ്യുന്നത്. സംഘനൃത്തം പോലെയുള്ള ഇനങ്ങൾ ഉണ്ട്. അത്തരത്തിലുള്ള ജനപ്രിയ ഇനങ്ങളൊക്കെ നടക്കുമ്പോഴാണ് വേദികൾ നിറഞ്ഞ് കവിഞ്ഞ് കാലുകുത്താനിടയില്ലാത്ത അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെയും പോകുന്നത്. ആ ഒരു എല്ലാ മത്സരത്തിനും ആ നിലയിലുള്ളൊരു ക്രമീകരണങ്ങൾ ആളുകൾ എത്തുന്ന മുറയ്ക്ക് തന്നെ പൂർണ്ണമായും സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഈ തവണ ഒരുക്കിയിരിക്കുന്ന കലോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിന്റെ കോർഡിനേഷനിൽ, സംഘടനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്. കുറച്ചു കുഞ്ഞുങ്ങളൊക്കെയും നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. SPCയുടെ കുട്ടികളൊക്കെയും ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഒരു ഗുഡ് മോർണിംഗ് പറയോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക്? ഗുഡ് മോർണിംഗ്. ഒന്നുകൂടെ. എന്തായാലും പ്രധാന വേദിയാണ്, സെൻട്രൽ സ്റ്റേഡിയമാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിന് മുന്നിൽ ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിനുള്ള തയ്യാറെടുപ്പുകളാണ്. 9 മണിയോടുകൂടിയാണെന്ന് തോന്നുന്നു അല്ലെ നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം? അതെ, 9 മണിക്കാണ് ആദ്യത്തെ കാര്യപരിപാടി. കൊടിയുയരുന്നു, 10 മണിയോടുകൂടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു എന്നതാണ് കാര്യപരിപാടികൾ ഇതുവരെ ഉള്ള അറിയിപ്പ്. സ്വാഭാവികമായും ഇത്രയധികം കുട്ടികൾ കാത്തിരിക്കുന്നതാണ്. ഇത്രയധികം കുട്ടികളുടെ പ്രയത്ന ഫലമായിട്ട് ഇന്ന് കലോത്സവ വേദിയിലെ ആദ്യ മത്സരങ്ങൾ മുതൽ കൊടിയുയരുന്നതിന് ശേഷം, ഉദ്ഘാടന കർമ്മത്തിന് ശേഷമൊക്കെ നിരവധി പരിപാടികൾ, നിരവധി മത്സരങ്ങളുടെ കളർഫുള്ളായിട്ടുള്ള ദൃശ്യങ്ങളിലേക്കാണ് ഇനി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകാനുള്ളത് അടുത്ത മണിക്കൂറുകളിൽ.